ഓട്ടോഗ്രാഫ്. ഭയങ്കര ടൈനി ആയിട്ടുള്ള ക്യാൻവാസ്. ഏറ്റവും ഇഷ്ടമുള്ളൊരു സംഭവമായിരുന്നു ഐ ടി ഫെയറിന് ട്രോഫി വാങ്ങാനൊക്കെ. ആൻഡ് ഐ എം സൂപ്പർ ഗ്രേറ്റ്ഫുൾ ടു ഹാവ് സച്ച് കൈൻഡ് ഓഫ് ആക്ടിവിറ്റീസ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ ചൈൽഡ്ഹുഡ് തൊട്ട് കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കുറച്ച് സാധനങ്ങൾ ഞാൻ നിങ്ങളെ കാണിക്കാമെന്ന് ഓർത്ത ഒരു വീഡിയോ ആണ്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട്. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. സോ ഫസ്റ്റ് തന്നെ ഇതുണ്ടായിരുന്നത്, ഇത് ഞാൻ ചെറുപ്പത്തിലൊക്കെ ചെയ്യുന്നൊരു എംബ്രോയ്ഡറി ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഹൂപ്പാണ്. ഇതൊക്കെ ഞാൻ ക്യാൻവാസ് പെയിൻറ്റിങ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ചെയ്യുന്ന ഒരു പെയിൻറ്റിങ് ആയിരുന്നു. ആക്രിലിക്കിൻ്റെ തന്നെ ഒരു ബോക്സിൽ തന്നെ നോക്കാം. ഈ ചെറിയ ക്യാൻവാസ്, ഇത് നമ്മൾ ക്യാൻവാസ് ഷീറ്റ് കിട്ടും. അപ്പോൾ ക്യാൻവാസ് ഷീറ്റ് കട്ട് ചെയ്ത് കാർഡ്ബോർഡ് യൂസ് ചെയ്തൊരു ക്യാൻവാസായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ട് അങ്ങനെ എടുക്കുന്ന ഒരു പെയിൻറ്റിങ് ആയിരുന്നു. ഭയങ്കര ടൈനി ആയിട്ടുള്ള ക്യാൻവാസ്. അത് ഷീറ്റ് കട്ട് ചെയ്തപ്പോൾ ബാലൻസ് വന്നൊരിതായിരുന്നു. അപ്പോൾ ഞാൻ ചെറിയൊരു ക്യാൻവാസ് പെയിൻറ്റിങ് ആണ് ചെയ്തേക്കണേ. And this. പിന്നെ ഇത് ഞങ്ങൾ ജയ്പൂർ കോളേജിൽ നിന്ന് ട്രിപ്പ് പോയപ്പോൾ ജയ്പൂരിൽ നിന്ന് വാങ്ങിച്ചൊരു ഈ ഫ്രിഡ്ജിലൊക്കെ ഹോൾഡ് ചെയ്യണേ ഒരു മാഗ്നറ്റിക് സംഭവമാണ്. ഇതൊക്കെ ഒരു മെമ്മറിയാണ്. ട്രിപ്പൊക്കെ പോകുമ്പോൾ നമ്മൾ കുറച്ചുകൂടി മെമ്മറിക്കൊക്കെ നമ്മൾ ആ ഒരു പ്ലേസിൻ്റെ പേരൊക്കെ വന്നിട്ടുള്ളൊരു ഹോൾഡറാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു പേഴ്സണലി. പിന്നെ എഗെയിൻ ക്യാൻവാസസ് ആണ്. ക്യാൻവാസ് പെയിൻറ്റിങ് ആണ് കൂടുതൽ ഈ ഒരു ബോക്സിൽ. ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് യൂട്യൂബ് വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് കാണണമെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇത് എൻ്റെ ശരിക്കൊരു മെമ്മറി ബുക്കാണ്. ഞാനിത് എൻ്റെ സ്കൂൾ ടൈം തൊട്ട് കളക്ട് ചെയ്തേക്കുന്ന കുറേ അധികം ബ്യൂട്ടിഫുൾ മെമ്മറീസ് ഉള്ളൊരു ബുക്കാണ്. സാധാ നമ്മുടെ നോട്ട്ബുക്കാണ്. ഇതെനിക്ക് ഓരോ ഫ്രണ്ട്സ് തന്നേക്കുന്ന മറ്റേ കവേഴ്സ്, ഫ്രണ്ട് പേജ് ഇതേ ഇങ്ങനെയൊരു അത് ഈ ഇലയ്ക്കൊരു പ്രത്യേകതയുണ്ട്. അത് മറ്റേ രണ്ടില ഒരുമിച്ച് ആയിട്ട് ഈ സയാമീസ് ലീവ്സ് എന്നൊക്കെ പറയില്ലേ, ലൈക്ക് ദാറ്റ്. ഇതൊക്കെ എൻ്റെ ഓരോ ഫ്രണ്ട്സ് എനിക്ക് തന്നിട്ടുള്ള മിഠായികളൊക്കെയായിരുന്നു. ആൻഡ് ഭയങ്കര നമ്മൾ ഓരോ ഫ്രണ്ട്സിൻ്റെ പേരൊക്കെ എഴുതിയിട്ടുണ്ട്. ഐശ്വര്യ ആൻഡ് സുൽഫി എൻ്റെ സിസ്റ്ററിൻ്റെ ഫ്രണ്ടായിരുന്നു. ആൾ തന്നെ ചോക്ലേറ്റ്. പിന്നെ അക്സ, ബൽവീന, ഐശ്വര്യ, ശ്രീലക്ഷ്മി ആൻഡ് കുറേ എല്ലാവരും തന്നെ മിഠായിസൊക്കെ ഇങ്ങനെ കളക്ട് ചെയ്ത് വെക്കുന്നൊരു ഹാബിറ്റ് എനിക്കുണ്ടായിരുന്നു. നമ്മൾ ഈ ചെറിയ പ്രായത്തിൽ ഈ മെമ്മറിക്ക് വേണ്ടിയിട്ടൊക്കെ ചെയ്തായിരുന്നു. അപ്പോൾ എടുത്ത് നോക്കുമ്പോൾ ഭയങ്കര രസമായിട്ട് തോന്നുന്നുണ്ട്. അതുപോലെ തന്നെ ഇതെൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ മറ്റേ ആദ്യ കുർബാനയ്ക്ക് എടുത്ത ഒരു ഫോട്ടോസുണ്ട്. ഇത് മരിയ എൻ്റെ 10th ബെസ്റ്റ് ഫ്രണ്ടായിരുന്നു. ആൻഡ് എല്ലാവരും ഓരോരുത്തർ തന്നേക്കണേ ഗിഫ്റ്റും കാര്യങ്ങളും മിഠായി കവറൊക്കെ ഞാൻ അവരവരുടെ പേരൊക്കെ എഴുതി വെച്ചിട്ടൊരു നല്ലായിരുന്നു. ആൻഡ് ഇറ്റ്സ് ഇപ്പോൾ നോക്കുമ്പോൾ നല്ലൊരു മെമ്മറിയാണ്.
ഇത് ഇത് പണ്ട് കൈലാസനാഥൻ, ഇത് ശിവൻ ഭഗവാനെ എൻ്റെ ചേച്ചിക്ക് ഒരു ഡ്രോയിങ് കിട്ടിയിട്ടുണ്ടായി. അപ്പോൾ അത് നോക്കിയിട്ടൊക്കെ വരച്ചായിരുന്നു. അതിൻ്റെ ഒറിജിനലായിട്ടുള്ള ഇമേജ് ഉണ്ടായിരുന്നു, ഇപ്പോൾ എവിടെയാണെന്ന് എനിക്കറിയില്ല. അഗെയിൻ മിഠായി കവറൊക്കെ ഉണ്ട്, തന്ന ആൾക്കാരുടെ പേരൊക്കെ ഉണ്ട്. ഈ ബർത്ത്ഡേസിനൊക്കെ നമുക്ക് സ്വീറ്റ്സ് കിട്ടില്ലേ സ്കൂൾസിൽ, അപ്പോൾ അവരുടെ പേര് എഴുതി ആ ഒരു മിഠായി ഇതൊക്കെ വേണ്ട. എൻ്റെ ഇത് മിക്കി മൗസ്, ഇതെൻ്റെ സിസ്റ്റേഴ്സിൻ്റെ കളക്ഷനായിരുന്നു. അവർ ഈ വോളിലൊക്കെ സ്റ്റിക്ക് ചെയ്തേണായിരുന്നു. അപ്പോൾ ഞാൻ അതൊക്കെ പറിച്ച് നോട്ട്ബുക്കിലിട്ടു. ഇത് മറ്റേ ക്ലോക്കിൻ്റെ ഉള്ളിലായിരുന്നു. ക്ലോക്ക് പോയ സമയത്ത് ക്ലോക്കിൻ്റെ ഒരു മെമ്മറിക്ക് വേണ്ടിയിട്ട് ചെയ്തതാണ്. ഇതെൻ്റെ ഫ്രണ്ട് വരയ്ക്കാൻ പഠിപ്പിച്ച ഒരു റാബിറ്റ് ആയിരുന്നു. അത് ഞാൻ വരച്ചിട്ട് ഉള്ള എൻ്റെ ഗെയിം. പിന്നെ ആലില്ല, ഇത് എൻ്റെ ഫ്രണ്ട് അമൃത തന്നായിരുന്നു. ടെൻത്തിലെ ഫ്രണ്ടാണ്. ഇതൊക്കെ ഞാൻ പണ്ട് കോമ്പറ്റീഷൻസിന് പോകുമായിരുന്നു. അപ്പോൾ നമ്മൾക്ക് കോമ്പറ്റീഷൻസിന് പോകുമ്പോൾ കിട്ടണതാണ് 20 ഒക്ടോബർ 2016 ആദ്യമായിട്ട് വർക്ക് എക്സ്പീരിയൻസിന് എംബ്രോയ്ഡറി വർക്കിന് പോയതാണ്. ഓക്കെ, എംബ്രോയ്ഡറി കോമ്പറ്റീഷന് പോയപ്പോൾ നമുക്ക് ഈ എൻട്രിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു സ്ലിപ്പ് തരും. അപ്പോൾ ആ ഒരു സ്ലിപ്പ് കാണിച്ചിട്ടാണ് നമ്മൾ ആ ഒരു കോമ്പറ്റീഷന് പാർട്ടിസിപ്പേറ്റ് ചെയ്യണേ. അപ്പോൾ ആ ഒരു സ്ലിപ്പാണിത്. 11 നവംബർ 2015 പോയി മാർബേസിൽ നിന്ന് ഫസ്റ്റ് കിട്ടി. എറണാകുളം SRV സ്കൂളിൽ ഓക്കെ. ഇത് ഞങ്ങൾ IT പോകുമായിരുന്നു, IT ഫെയറിന് കോമ്പറ്റീഷന്. അപ്പോൾ എനിക്ക് മലയാളം ടൈപ്പിങ്ങിന് മറ്റേ ജില്ലയിൽ ഫസ്റ്റ് കിട്ടിയിട്ട് സ്കൂൾ ലെവലിൽ ഫസ്റ്റ് കിട്ടിയിട്ട് ജില്ലയിലേക്ക് അടുത്ത കോമ്പറ്റീഷന് പോകുമ്പോൾ അപ്പോൾ കിട്ടണ ഒരു പാർട്ടിസിപ്പേഷൻ കാർഡായിരുന്നു ഇത്. സോ അന്ന് ഞങ്ങൾക്ക് ഓവറോൾ ചാമ്പ്യൻഷിപ്പൊക്കെ കിട്ടിയിട്ടുണ്ട്. ഓൾമോസ്റ്റ് എല്ലാ ഇയറും തന്നെ ഞങ്ങൾക്ക് IT ഫെയറിന് ഓവറോൾ ചാമ്പ്യൻഷിപ്പ് കിട്ടുമായിരുന്നു. ഇറ്റ്സ് എ ഗ്രേറ്റ് മെമ്മറി, ഭയങ്കര അടിപൊളി മെമ്മറിയാണ്. ആ ഒരു ചാമ്പ്യൻഷിപ്പ് കിട്ടിയിട്ട് നമ്മൾ ഈ ഓവറോൾ ട്രോഫിയൊക്കെ വാങ്ങാൻ വേണ്ടി നമ്മൾ വേറെ സ്കൂളിലൊക്കെയാണ് പോകുന്നത്. അതൊക്കെ ഭയങ്കര. ഇതാണ് ഞാൻ പറഞ്ഞ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് കിട്ടിയാണ്. ഇത് ഞങ്ങൾ സ്കൂളിൽ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് കിട്ടിയിട്ട് ഞങ്ങൾ ന്യൂസ് പേപ്പറിൽ വന്ന ഒരു പേപ്പർ കട്ടിങ്സാണ്. ഇത് എല്ലാ ഇയറിലും വരുമായിരുന്നു. പക്ഷേ എനിക്ക് ഒരു തവണയാണിത് പേപ്പർ കട്ടിങ്ങായിട്ട് കിട്ടിയുള്ളൂ. ആൻഡ് ഇറ്റ്സ് എ ഗ്രേറ്റ് മെമ്മറി. ഇതാണ് ഞങ്ങളുടെ IT ഫെയറിൻ്റെ സാർ അരുൺ സാറ്. അടിപൊളിയായിട്ടാണ് ഞങ്ങൾ ട്രെയിൻ ചെയ്യണേ. അതുപോലെ തന്നെ അത് ഒരു മോട്ടിവേഷൻസും ഒക്കെ അടിപൊളിയായിരുന്നു. അപ്പോൾ സാറായിരുന്നു ഞങ്ങളുടെ ഒരു IT ഹെഡായിട്ട് വന്നിട്ടുണ്ടായിരുന്നേ. ഇറ്റ്സ് എ ഗ്രേറ്റ് മെമ്മറി. എനിക്ക് ഭയങ്കര സ്കൂൾ ലെവലിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു സംഭവമായിരുന്നു IT ഫെയറിന് പോകണേയും ട്രോഫി വാങ്ങണേയും ഒക്കെ. ആൻഡ് ഐ എം സൂപ്പർ ഗ്രേറ്റ്ഫുൾ to have such kind of faculties in that school. ഓക്കെ, അപ്പം അത്രേ ഉള്ളൂ ഈ മെമ്മറി. പിന്നെ അങ്ങോട്ടേക്കൊന്നും വെച്ചിട്ടൊന്നുമില്ല. സോ അത്രേ ഉള്ളൂ. ഈ ഒരു ബുക്ക് എനിക്ക് ഭയങ്കര ഫേവററ്റാണ്. പിന്നെ ഈ രാജാരിവർമ്മയുടെ കളക്ഷൻസൊക്കെ പണ്ടുണ്ടായി. അപ്പോൾ പഴയ കലണ്ടർ ഇതെൻ്റെ പഴയ വീട്ടിൽ ഉണ്ടായിരുന്നായിരുന്നു. അപ്പോൾ ഞങ്ങൾ പുതിയ വീട്ടിലേക്കൊക്കെ വന്നപ്പോൾ കളയാണ്ട് എടുത്ത് വെച്ചു. അഗെയിൻ ഇതൊക്കെ ലോക്ക്ഡൗൺ ടൈമിൽ ചെയ്ത പെയിൻറ്റിങ്സാണ്. എൻ്റെ ബിഗിനിങ് ടൈമിൽ എനിക്ക് ക്യാൻവാസൊക്കെ ആദ്യമായിട്ട് ഞാൻ ഫെമിലിയർ ആയ ടൈമിൽ ചെയ്തൊരു ബിഗിനിങ് പെയിൻറ്റിങ് ഒക്കെയാണ്. ഇതെൻ്റെ ഒരു വൺ ഓഫ് ദ ഫേവററ്റ് പെയിൻറ്റിങ് ആണ്. എനിക്കിതിൻ്റെ ഈ സ്മഡ്ജിങ്ങും കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് എനിക്കിഷ്ടമായതായിരുന്നു. ഓട്ടോഗ്രാഫ് ഇത് ഞാൻ എൻ്റെ സിസ്റ്റേഴ്സൊക്കെ +2-ലും 10-ലൊക്കെ ഓട്ടോഗ്രാഫ് മേടിച്ചിട്ടുണ്ട്. പക്ഷേ
ഞാൻ 10 മാത്രമേ വാങ്ങിച്ചുള്ളൂ. മൈ ഫേവറേറ്റ് ഹീറോ സൂര്യ. എൻ്റെ ഫേവറേറ്റ്, ഞാൻ ഭയങ്കര ഫേവറേറ്റ് ഫാനായിരുന്നു. എൻ്റെ ഫേവറേറ്റ് ആക്ടർ ഇൻ തമിഴ് സൂര്യ ആയിരുന്നു. എൻ്റെ കീർത്തി സുരേഷ്. എൻ്റെ ഭയങ്കര മെമ്മറിയാണ് ഈ ഒരു ഓട്ടോഗ്രാഫൊക്കെ എടുത്ത് നോക്കുമ്പോൾ. ഇറ്റ്സ് ഗ്രേറ്റ്. ഇതൊക്കെ നമ്മൾ ഈ ഓട്ടോഗ്രാഫ് മറയ്ക്കുമ്പോൾ ഉള്ള ഫസ്റ്റ് 2-3 പേജസൊക്കെ ഇങ്ങനത്തെ ഒരു ഇതായിരിക്കുമല്ലോ. എൻ്റെ ആദ്യത്തെ പേജ് ഞാൻ ഒരു ഇൻട്രോ പോലെ എഴുതിയേക്കണു. പിന്നെ സെക്കൻഡ് പേജ് അന്നാറോയ്. ഞങ്ങൾ 5 പേരായിരുന്നു ഭയങ്കര ബെസ്റ്റ് ഫ്രണ്ടായിട്ട് നടക്കുന്നത്. അതിലെൻ്റെ ഒരു ഫ്രണ്ടായിരുന്നു അന്ന. ഇതൊക്കെ ഇപ്പോൾ എടുത്തു നോക്കുമ്പോൾ നല്ല രസമാണ്. എൻ്റെ ഇറ്റ്സ് ഗ്രേറ്റ് ഫീൽ. സെക്കൻഡ് പേജിൽ റിദ്ധി, രമേശ്. നമ്മുടെ ഓട്ടോഗ്രാഫ് എല്ലാ ക്ലാസ്സിലെ എല്ലാവരെയും കൊണ്ട് എഴുതിപ്പിക്കും. എൻ്റെ റിപ്പീറ്റഡ് മറ്റേ വേർഡ്സൊക്കെ ആണെങ്കിലും, അതായത് നമ്മൾ ഓരോരോ പർട്ടിക്കുലർ വേർഡ്സ് ഉണ്ടാവില്ലേ എവിടെന്നെങ്കിലും ഗൂഗിളൊന്നും വലിയ കാര്യമായിട്ട് എല്ലാവരുടെ അടുത്തും ഇല്ല. പക്ഷേ ഈ വേറെ ഓട്ടോഗ്രാഫിൽ എഴുതിയതൊക്കെ എഴുതണതും ചിലവരൊക്കെ ആത്മാർത്ഥമായിട്ട് നമുക്ക് തന്നെ ഓരോ വേർഡ്സൊക്കെ എടുത്ത് എഴുതണേയും ഒക്കെ ഉണ്ടായി. ആൻഡ് ഇറ്റ്സ് ഗ്രേറ്റ്. എല്ലാവരുടെ ഹാൻഡ് റൈറ്റിങ്ങും ഒക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്. ദ വേ ദേ റൈറ്റ്. പിന്നെ എല്ലാവർക്കും ഓരോ ഫേവറേറ്റ് ആക്ടേഴ്സ് ഉണ്ടാവുമല്ലോ. അപ്പോൾ അവരുടെ പിക്ചേഴ്സ് ഈ താഴെ വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ വെച്ചിട്ടാണ് എല്ലാവരും തന്നെ ഓട്ടോഗ്രാഫ് ചെയ്തേക്കണേ. അന്ന് എൻ്റെ ക്ലാസ്സിൽ 10C ആയിരുന്നു ഞാൻ 10th പഠിക്കുമ്പോൾ. അപ്പം 36 സ്റ്റുഡൻസ് എന്നുണ്ട്. ഒട്ടുമിക്ക എല്ലാവരും തന്നെ എൻ്റെ ഓട്ടോഗ്രാഫ് ചെയ്തിട്ടുണ്ട്. അപ്പം എല്ലാവരുടെയും ഓട്ടോഗ്രാഫൊക്കെ ഇത് നല്ല രസമായിട്ടുണ്ട്. നിരഞ്ജൻ എഴുതിയേക്കണതാണ്. നമ്മൾ ബുക്കിൻ്റെ ലൈൻ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ മറ്റേ റെഡ് ഇങ്കും ബ്ലാക്കൊക്കെ വെച്ചിട്ട് കട്ട് ചെയ്തിട്ട് എഴുതിയേക്കണം. നല്ല രസമുണ്ട്. ഇറ്റ്സ് ഗ്രേറ്റ്. നല്ല രസമുണ്ട് ഇങ്ങനെ ഇരുന്ന് നോക്കാൻ. ആൻഡ് ഐ ലവ് ഇറ്റ്. ഞങ്ങൾ 10th പഠിച്ച സമയത്തായിരുന്നു ഈ ജിമ്മിക്ക് കമ്മൽ പാട്ടൊക്കെ ഇട്ടിട്ട് ഭയങ്കര ഫേമസ് ആണ്. ഇത് മറ്റേ ഏതൊരു കോളേജിൽ ടീച്ചറൊക്കെ കളിച്ച് ഭയങ്കര ഫേമസ് ആയില്ലേ, ആ ഒരു ഇതൊക്കെയാണ് ഈ ഒരു ഫസ്റ്റ് ഇതിൽ. ഇതൊക്കെ ആ ഒരു ലാസ്റ്റ് ബുക്കിൽ നമുക്ക് നമ്മുടെ നമ്പേഴ്സൊക്കെ എഴുതാം. അപ്പോൾ ആരുടെയൊക്കെ നമ്പർ ഉണ്ടെന്നൊന്നും അറിയാൻ വയ്യ. എല്ലാവർക്കും ഒന്ന് അന്ന് ഞാൻ 10th പഠിക്കുന്ന സമയത്തൊന്നും എല്ലാവർക്കും ഫോണൊന്നും ഇല്ല. എല്ലാവരും അച്ഛൻ്റെ അമ്മയുടെ ഫോണൊക്കെ എടുത്ത് യൂസ് ചെയ്യണം. അപ്പോൾ അവരുടെയൊക്കെ നമ്പർ ആയിരിക്കും ഇത്. സോ യാ. പിന്നെ ബാലൻസിൽ ഇങ്ങനെ കുറേ സെലിബ്രിറ്റീസിൻ്റെ ഫോട്ടോസൊക്കെ എഴുതിയിട്ട് അപ്പം അത്രേ ഉള്ളൂ. ഇതെൻ്റെ വൺ ഓഫ് മൈ ഫേവറേറ്റ് പെയിൻറ്റിങ് ആണ്. ഇത് അത്യാവശ്യം നല്ല ഡീറ്റെയിലിംഗ് ഒക്കെ ചെയ്തൊരു ഇതെൻ്റെ എക്സാം പേപ്പേഴ്സൊക്കെയാണ് +2 പഠിക്കുമ്പോൾ. ഷീറ്റ് ഇത് ഈ മോഡലിനൊക്കെ കിട്ടണമായിരുന്നു ബിസിനസ് സ്റ്റഡീസിൻ്റെ. ഇംഗ്ലീഷ് ആൻഡ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ. +2 അത്യാവശ്യം നന്നായിട്ട് പഠിക്കുമായിരുന്നു ഞാൻ. അടുത്തതൊരു ബോക്സാണ്. അത് ബെൽവീന വാങ്ങിച്ച ബോക്സ്. എനിക്ക് കൂടുതലായിട്ട് ഗിഫ്റ്റ് കിട്ടിയത് 10th ഫ്രണ്ട്സ് തന്ന ഗിഫ്റ്റ്സാണ് കൂടുതൽ. ഇത് ആൾ തന്ന എനിക്കൊരു കീ ചെയിനായിരുന്നു, ഭയങ്കര ഇഷ്ടമായി. ഇത് ഈ ഒരു ബോക്സിൽ തന്നെയായിരുന്നു കിട്ടിയത്. ഇത് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ മറ്റേ ക്ലിപ്പായിരുന്നു, അങ്കിത എന്ന് പറഞ്ഞിട്ട്. ഭയങ്കര ക്യൂട്ടാണ്. ഞാൻ യൂസ് ചെയ്തിട്ടൊന്നുമില്ല. ഞാൻ ആകെ പോണിട്ടയിലാണ് ഹെയർ സ്റ്റൈലായിട്ട് കെട്ടാറ്. പക്ഷേ എനിക്കിത് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാൻ സൂക്ഷിച്ച് വെച്ചു. ഇത് ഞാൻ ഈ വുമൻസ് ഡേക്ക് സുഡിയോ എന്ന് വാങ്ങിച്ച കീ ചെയിനായിട്ട് ഭയങ്കര ഇഷ്ടമായി.
യാ, അപ്പം അത്രേ ഉള്ളൂ ഈ ഒരു ബോക്സിൽ. ഇത്രേ ഉള്ളൂ വീഡിയോ. താങ്ക് യു എവ്രി വൺ ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് സീ യു ഓൺ ദ നെക്സ്റ്റ് വ്ളോഗ്. ബൈ.